Hi friends, welcome back to our channel. നമ്മളൊരു അടിപൊളി ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുഴിയില്ലാതെ കുഴിമന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മന്തിക്ക് ആവശ്യമായ അരി ബോയിൽ ചെയ്തെടുക്കാം. ഉപ്പ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. മറ്റുള്ള സ്പൈസസോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രെയിൻ റൈസാണ്. അപ്പോൾ അതിന് നല്ലതായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബേസിൽ ചിക്കൻ ഇതുപോലെ സെറ്റ് ചെയ്ത് അതിൽ ഫോർക്ക് വെച്ച് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 8 പീസാക്കി. അതിലേക്ക് 2 കിലോ അരിയാണ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതും. ഈ മാഗി ചിക്കൻ സ്റ്റോക്കാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതുപോലത്തെ 4 ബോക്സാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് 8 ക്യൂബ്. ഒരു ബോക്സിൽ 2 ക്യൂബ് വെച്ചാണ് ഉണ്ടാകുന്നത്. അതും ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പോ മറ്റ് സ്പൈസസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിക്കൻ സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം ഉപ്പുള്ളതാണ്. രണ്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. ഒരു 20 മിനിറ്റ് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഈ ചിക്കനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മളുടെ ഓയിൽ ബോയിലായി വരുന്നുണ്ട്. ഇനി 1 മിനിറ്റ് നേരം നമ്മൾക്ക് ഇതുപോലെ ബോയിൽ ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഈ ചിക്കനെ എല്ലാം ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ഈ ചിക്കൻ എല്ലാം ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കൂടെ നമ്മൾക്ക് ഇത് ഹൈ ഫ്ലെയിമിലിടാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഓയിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബോയിൽ ചെയ്ത ഫുൾ റൈസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് പച്ചമുളക് എടുത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അതിൽ നൈഫ് വെച്ച് ഇതുപോലെ. അതിനുശേഷം ഈ റൈസിന് മുകളിൽ നമ്മൾക്ക് കുത്തിവെക്കാം. പച്ചമുളക് ഇതുപോലെ കുത്തിവെക്കുമ്പോൾ നമുക്ക് ഇത് റൈസിലേക്ക് ചെറിയൊരു പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെഡ് കളറ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. വീഡിയോയിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്തതാണിത്. ഇനി നമ്മൾക്ക് അടച്ചു വെച്ച് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ റൈസ് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മുകളിൽ നിന്ന്.
ഇതിൽ ചിക്കൻ പീസ് നമ്മൾക്ക് മാറ്റി വെച്ചതിന് ശേഷം താഴെയുള്ള ഓയിൽ മിക്സായ റൈസും മുകളിലത്തെ ഓയിൽ കുറവുള്ള റൈസും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മുകളിലത്തെ കളറുള്ള റൈസും എല്ലാം കൂടെ മിക്സായി കിട്ടും. ചിക്കൻ പീസെല്ലാം നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച റൈസെല്ലാം ഈ ഓയിലായ റൈസിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് കുഴിമന്തി ടേസ്റ്റിലാണ് ഈ റെസിപ്പി വരുന്നത്. ഞാനിതൊരു കുക്കറി ഷോയിൽ കണ്ടതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കറക്റ്റായിട്ട് വന്നു. എൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഞാൻ ഈ റെസിപ്പിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ മന്തിയുടെ കൂടെ ടൊമാറ്റോ ചട്നിയും മയണൈസും ആണ് കോമ്പിനേഷൻ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.